എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ചന്ത. അപ്പോൾ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനും എൻ്റെ അനിയനും ഇപ്പിയും കൂടി ചന്തയ്ക്ക് പോയിട്ടുണ്ട്. ഇതാണ് ചന്തയത്തെ ചെരുപ്പുകൾ. എന്ത് രസമാണ് കൂട്ടിയിട്ട് കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പച്ചക്കറികൾ. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. മഴ ആയാലും വെയിലായാലും ഇവിടെ നല്ല ആൾക്കാരുണ്ടാവും. ഞങ്ങൾ എന്നും വരാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ചിപ്സ് അത് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ചന്തയുടെ മെയിൻ ഹൈലൈറ്റ്. കുറേ പച്ചക്കറിയിൽ അരിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ചിക്കൻ കടയാണ്. അത് കാണിക്കണ്ടേ എന്നുള്ള ഒരു ഇതിലായിരുന്നു, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. ഇവിടെ നല്ല തിരക്ക് തന്നെയാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കും. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടും. നല്ല അടിപൊളി ബാഗ്സും ഡ്രസ്സും ചെരുപ്പും അങ്ങനെ പല സാധനങ്ങളും. പിന്നെ ചിക്കൻ കിട്ടും. ചിക്കൻ, ബീഫ്, ആട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ പെരുന്നാൾക്കെടുത്ത ചെരുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചന്ത. ഓക്കെ, ഇവിടുത്തെ പുളിയാണ് നല്ല അടിപൊളി പുളി തന്നെയാണ്. പിന്നെ മുരിങ്ങക്കായ്, വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ ബീട്രൂട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങളതൊക്കെ മേടിച്ചു. ഇതാണ് എൻ്റെ കുപ്പായം. ചെറിയ ഉള്ളി ഇതാ, വെളുത്തുള്ളി ഉണ്ട്, ഞങ്ങളതൊക്കെ മേടിച്ചു. അടുത്ത് റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാൻ മടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തു. ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും. പിന്നെ ബാഗ്സ്, ഞാൻ പറഞ്ഞ മാതിരി ബാഗുകളുണ്ടായിരുന്നു. പിന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ കോഴിക്കളും അങ്ങനെ ജീവികളൊന്നുമില്ല. പിന്നെ ഇവിടെ അച്ചാർ, മറ്റേത് മറിച്ചത്, കൊണ്ടുവരണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനമൊക്കെ ഉണ്ട്. പറയാനുള്ളത് ഇവിടെ ഒരുപാട് മാക്സി, പുതപ്പതാ പിന്നെ കുറേ പച്ചക്കറികൾ അങ്ങനെയുണ്ട്. ഇവിടെ എന്തായാലും നല്ല അടിപൊളി രസമുള്ള ഒരു പ്ലേസ് തന്നെയാണ്. ചന്ത എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ചന്ത. കൽപ്പകഞ്ചേരി ചന്തയാണിത്. മേലങ്ങാടി ചന്ത എന്നൊന്നും പറയും. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് വന്ന് പോവാം. ഇവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അതൊരു പെർഫ്യൂമാണ്. വളരെ ലോങ് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ. 9 മിനിറ്റും 42 സെക്കൻഡും വീഡിയോ ഉണ്ട്. നല്ല അടിപൊളി ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ പലതും വിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും നല്ലപോലെ അടിപൊളിയായിട്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പെർഫ്യൂംസുകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പായസമൊക്കെ വിളിക്കുന്ന കണ്ടിരുന്നു. സോ ഇവിടെ അത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ പല ഭാഗമായിട്ടാണ് ഉള്ളത്. പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വണ്ടീൻ്റെ ആ ഒരു സ്പേസിലോട്ട് പോകുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടി വണ്ടീൻ്റെ സൈഡിലോട്ട് പോകല്. അവിടെ വണ്ടി തിരക്കി ഇങ്ങനെ പോകേണ്ടി വരും. അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഗൈസ്, മുരിങ്ങക്കായ് നമുക്ക് മേടിച്ചാലോ? അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു വണ്ടീൻ്റെ ആ ഒരു സൈഡിലോട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുരിങ്ങക്കായ് നല്ല ഫ്രഷ് മുരിങ്ങക്കായാണ്. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ സൈഡിലേക്ക് നിന്നിട്ടുണ്ട്. ഒരുപാട് മുരിങ്ങക്കായും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട്. ബീട്രൂട്ട് അങ്ങനെയല്ലോ. ഇതാണ് ഞാൻ കുഴപ്പമില്ല. ഇനി എൻ്റെ അനിയനെ കാണിച്ചു തരണോ? വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ചന്തേൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇവിടെ പച്ചക്കറി പല ഐറ്റംസുകളാണ്. പല ഐറ്റം എന്ന് പറയുമ്പോൾ തക്കാളി, ഉള്ളി അതൊക്കെ പല സൈഡിലാണ്. ഇതാണ് എൻ്റെ അനിയൻ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കെ. പിന്നെ നമ്മുടെ ചാനലിൽ ഈവനിങ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. പിന്നെ ഇതാണ് നമ്മുടെ വേറൊരു സ്ഥലം. പിന്നെ ഉള്ളിലോട്ട് കിടക്കുകയാണ് വേറൊരു സ്ഥലത്തോട്ട്. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ വളരെ ലോങ് ആണ് വീഡിയോ, അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളും ഒരുപാട് സാധനങ്ങൾ മേടിച്ച്, ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇറച്ചിൻ്റെ സ്പേസ് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഐസ്ക്രീം ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. കപ്പ്, ഷർട്ട്, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ചെരുപ്പ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഡൽഹിയിലെ ചോട്ട് ബസാറാണ് അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റില്ലേ, അവിടെ ഇതേപോലെ കൂട്ടിയിട്ടിട്ടുണ്ടാവും, വില കുറച്ച് കൊടുക്കും. അവിടെ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും, പക്ഷേ ചിലതിന് വില കൂടുതലാണ്, ചിലതിന് വില കുറവുമാണ്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോകണമെന്ന് പോലും യാതൊരു വിധ ഐഡിയ ഇല്ല. ഇവിടെ പല സ്പേസിലാണ് കടകൾ വരുന്നത്. കട എന്ന് പറയാൻ പറ്റില്ല, എല്ലതും അങ്ങോട്ട് നിരത്തിയാണ്ട് വെച്ചിരിക്കുന്നത്. ഏതാ വാങ്ങേണ്ടതെന്ന് പോലും സംശയമാണ്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്, കൈക്കോട്ടൊക്കെ അതാ. പിന്നെ മീനിനെ കാണിച്ചു തരണോ? കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചിപ്സ് വാങ്ങിയിട്ടില്ല, ചിപ്സ് വാങ്ങാം. ചിപ്സ് വാങ്ങിയിട്ട് കാണിച്ചു തരാം. ഈ ശനിയന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഹായാണ്. അങ്ങനെ ചിപ്സിൻ്റെ കട എത്തി. ഞാനാണ് ഗൂഗിൾ പേ ചെയ്തത്. അതിൻ്റെ ഒരു എക്സൈറ്റ് എനിക്കുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ആകെ അന്തപ്പെട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിപ്സ് വാങ്ങുകയാണ്. നല്ല അടിപൊളി ചിപ്സ് ഉണ്ട്. പിന്നെ ഇതാണ് മീൻ, ഞാൻ പറഞ്ഞ മീൻ. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ കട കണ്ടു. അങ്ങനെ ഐസ്ക്രീമും കഴിക്കുകയാണ്. നല്ല അടിപൊളി ഐസ്ക്രീം. ഞാൻ സ്ട്രോബെറിയും വാനിലയും മിക്സ് ആയിട്ടാണ് കഴിച്ചത്. ഇതാണ് അവിടുത്തെ പള്ളി. ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഐസ്ക്രീമിൻ്റെ കടയൊക്കെ ഉണ്ട്, ഒരുപാട് പച്ചക്കറികളും ഒരുപാട് ചെരുപ്പിൻ്റെ കടകളും കുറേ ഉണ്ട്. എനിക്ക് പറയാനുള്ളത് നല്ല കട അല്ല, നല്ലൊരു സ്പോട്ട് തന്നെയാണ് ചന്തക്ക് പറ്റിയത്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, എന്തോ ഒരു പേര് എനിക്കറിയില്ല. അങ്ങനെ ഇതാണ് നമ്മളുടെ സാധനങ്ങൾ. എടുക്കാനൊന്ന് ലൈറ്റ് അടിച്ചു തരുമെന്ന് പറഞ്ഞാണ്, അതുകൊണ്ടാണ്. ഞാൻ ഒന്ന് പൊടിക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞു വേണ്ട. പിന്നെ ഇതാണ്, ഇവിടെ ഇരുട്ടായിരിക്കും, വണ്ടികൾ വരുമ്പോൾ മാത്രമേ വെളിച്ചമുള്ളൂ, അത് ക്ഷമിക്കണം. ഒരു ചുവപ്പ് ലൈറ്റ് അടിക്കുന്നുണ്ട്, ഒരു വണ്ടിൻ്റെ ആണെന്ന് ആണാണ് സഭാഷ്. അപ്പോൾ കുറേ വണ്ടികൾ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു വണ്ടികളെ. നമ്മളിങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ എത്താത്തേ? ഇപ്പം ആണെങ്കിലോ താഴത്ത് കൊണ്ടുപോയിട്ടാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ എത്താത്തത്? വണ്ടി ഇങ്ങനെ കുറേ നേരമായി അതാണോ വണ്ടി, ഇതാണോ വണ്ടി ഇങ്ങനെ ചോദിച്ച് നടക്കൽ തുടങ്ങിയിട്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ്ങായി പോകുന്നത്, സോറി. പറഞ്ഞിട്ട് കാര്യമില്ല, ചന്ദ്രൻ്റെ വ്ളോഗല്ലേ, അങ്ങനെ ഇരിക്കും. ഫുൾ ഇരുട്ടാണ് ഗൈസ് ഇവിടെ. ഏതെങ്കിലും വണ്ടി വന്നാൽ മാത്രം ഒന്ന് വെളിച്ചടിക്കും, അല്ലാതെ ഇവിടെ വെളിച്ചടിക്കുന്നില്ല. ഒരു ബൾബുണ്ട്, അത് ഇവിടെ കാണുന്നില്ല. അപ്പോൾ വീടിൻ്റെ ഈ ഒരു വെളിച്ചമൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ നടന്ന് മനുഷ്യന്മാരെ കാലം കണ്ട് വേദനിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം എത്ര നേരം എന്നറിയാം നടക്കാൻ തുടങ്ങിയിട്ട്, ഫോണും പിടിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറയിലല്ല വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയാണോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഗൈസ്, സഹായം നല്ലതായി. ആൾക്കാർ വന്ന് മാത്രമേ അവിടെ ഇങ്ങനെ വെളിച്ചം കൂട്ടുള്ളൂ ഗൈസ്. എന്താണിത്? അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫ്ലാഷ് അടിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ അനിയൻ നേരെ മുന്നിലേക്ക് കയറാൻ നോക്കി, പക്ഷെ നടക്കുന്ന പരിപാടിയില്ല. ഇപ്പോൾ പറഞ്ഞു ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഫ്ലാഷ് അടിച്ചുകൊണ്ടേ ഇരിക്കും, ഇതൊക്കെ വെക്കട്ടേന്ന്. അവിടെ തീരെ വെളിച്ചില്ല. എൻ്റെ അനിയനാണെങ്കിൽ ആകെ ഇതായി. നമുക്ക് ബാക്കിലിരിക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ സാധനങ്ങളൊക്കെ വെച്ചു. ആ മുരിങ്ങക്കായ എന്നോട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.